ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ഇൻഗ്രീഡിയൻസ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് സോയ ഡ്രൈ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനായി ഞാൻ ചെറിയ സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതൊരു പാത്രത്തിലേക്കിട്ട് ഇതൊന്ന് കുതിർത്ത് വെക്കാം. നല്ലതുപോലെ തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുതിർക്കാനായിട്ട് വെക്കാം. ചൂടുവെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ സോയ കുറച്ച് വേവുകയൊക്കെ ചെയ്യും ഈ ഒരു ടൈമിൽ തന്നെ. അപ്പോൾ നമുക്കിതിൽ ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും ആ വെള്ളം ഒന്ന് പറ്റുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തണുക്കുന്നതിനായിട്ട് കുറച്ച് സമയം അടച്ചു വെക്കാം. വെള്ളം നന്നായി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് 1-2 തവണ കഴുകിയെടുക്കണം. അപ്പം ഞാനിത് 1-2 തവണ കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുകയാണ്. അതിൽ വെള്ളം മാക്സിമം കളഞ്ഞെടുക്കുക. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന കണ്ടൻസ് ഒരു ചെറിയ സവാള, 2 പച്ചമുളക്, കറിവേപ്പില, കുറച്ച് കോക്കനട്ട് സ്ലൈസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ലെമണാണ്. ഇനി ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും നല്ലപോലെ മൂത്ത് കിട്ടുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം നന്നായി മൂത്തിട്ടുണ്ട്. ചെറിയ കളർ ചേഞ്ചും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് നമ്മൾ മാക്സിമം അതിൽ വെള്ളം ഉള്ള അംശം കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കാരണം എല്ലാവർക്കും ഈ സോയ ചങ്ക്സിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പം മാക്സിമം അതിലെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തും ഉപ്പ് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർക്കാം. പൊടികളെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആദ്യം നമ്മൾ പൊടികൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ സോയാബീനിൽ അതിലെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ മസാല പിടിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ സ്ലൈസസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പം നല്ല ഡ്രൈ ഫ്രൈ ഒക്കെ ആകുമ്പോൾ നല്ല തേങ്ങ ഒക്കെ അതിൻ്റെ പച്ച ഇങ്ങനെ കടിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ കപ്പിന് 1/2 കപ്പ് മതി. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന്
വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഓൾറെഡി സോയ കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി അതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ വെള്ളമൊക്കെ കുറേ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മാക്സിമം ഇതിലെ വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയി കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ലെമണിൻ്റെ ഹാഫ് ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു പുളി കൂടി ആകുമ്പം വളരെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് അതുകൂടെ പിഴിഞ്ഞ് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ സോയ ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഇതേപോലെ വെജിറ്റേറിയൻസിന് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫ്രൈ ഐറ്റംസ് കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു ഡിഷായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.